ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരൽപ്പം കരിവേപ്പില ഇത്രയും മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചട്ടിയിൽ ബട്ടർ ഇട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാനിവിടെ 3 മണിക്കൂർ മുന്നേ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചതാണ്. തക്കാളി നന്നായിട്ട് ഒന്ന് മാഷായി വരുമ്പോഴത്തേക്കും നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ബിരിയാണി മസാല ഞാൻ ഇവിടെ തന്നെ വറുത്ത് പൊടിച്ചാണ്. ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, തക്കോലം, കുരുമുളക് ഇവയെല്ലാം കൂടെ ചീനിച്ചട്ടിയിലൊന്ന് വറുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണ്. ഇതുകൂടെ ഒരു സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ചിക്കൻ കറിയിൽ നമ്മൾ സവോള ചേർത്തിട്ടില്ല. ഇത് വെന്ത് വരുമ്പോഴേക്കും വറുത്ത സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നെയ്യിലോ എണ്ണയിലോ 2 സവോള ചെറുതായി കനം കുറച്ച് അരിഞ്ഞ് നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ തൈരും നമുക്ക് ചേർത്ത് കൊടുക്കണം കറി വെന്ത് വരുമ്പോൾ. ഗാർണിഷ് ചെയ്യുന്നതിനായി നമുക്കിനി ഒരു സവോളയും കൂടെ വറുത്തെടുക്കണം. ഒരു അല്പം ഉപ്പും കൂടെ കുടഞ്ഞ് നല്ല ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. നമ്മുടെ ചിക്കൻ കറി ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. സവാള നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഗാർണിഷിങ്ങിന് ആവശ്യമായ കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ വറുത്ത് വരാം. സവാളയും കാഷ്യൂ നട്ട്സ്, റൈസിൻസ് 3 വറുത്ത് കോരിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. തൈരും ചേർത്ത് കൊടുക്കാം. വറുത്ത സവാളയും തൈരും ഒരല്പം ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ചെറുതീയിൽ മൂടി വയ്ക്കാം. നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിനുള്ള കാര്യങ്ങൾ നോക്കാം. അരിക്കുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് ജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനോടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ലെമൺ ജ്യൂസ് ഒരു ഹാഫ് ലെമണിൻ്റെ, പിന്നെ നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇത്രയും ചേർത്ത് ഇനി നമുക്ക് ഞാനിവിടെ ബസ്മതി അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ്. നന്നായിട്ട് വെള്ളം വാഴ്ത്തിയെടുക്കുക. ഇവിടെ വെള്ളം ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ്. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും നമുക്കിനി ഈ അരി ഇട്ട് കൊടുക്കാം. അരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. വെള്ളം നന്നായിട്ട് പറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കുക. ചോറ് വെള്ളം പറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരല്പം നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം, തീ ഓഫ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഒരു നുള്ള് സഫ്രോൺ, അതായത് കുങ്കുമപ്പൂവ്, ഒരല്പം ചൂടുള്ള പാലിൽ കലക്കിയെടുക്കാം. ബിരിയാണിക്ക് നല്ല കളറും രുചിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ബിരിയാണി ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ചോറും ചിക്കൻ മസാലയും അറേഞ്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കറിൽ ഓയിൽ പുരട്ടി ഒന്ന് ഇതാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ചോറിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. പകുതി ചോറ് ഇതിനകത്തേക്ക് നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സഫ്രോൺ കലക്കിയത് ഒരു ലെയർ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് വറുത്ത് വെച്ചിരിക്കുന്ന സവോള
കാഷ്യൂ നട്ട്സ്, റേസിൻസ് ഇവ ഇവിടെ പകുതി വീതം ഇവിടെ നിരത്തി കൊടുക്കാം. ചിക്കൻ മസാല ഇട്ട് കൊടുത്തു ലെയർ. ഇനി ഇതിന് മുകളിൽ നമുക്ക് ബാക്കിയിരിക്കുന്ന റൈസും കൂടെ ഇട്ട് കൊടുക്കാം. റൈസിന് മുകളിൽ സവോള, കാഷ്യൂ നട്ട്സ്, റേസിൻസ്, സഫ്രോൺ, കലക്കിയ പാല് ഇവയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വിസിൽ ഇടാണ്ട് ഒരു 30 മിനിറ്റ് ചെറുതീയിലിട്ട് സ്ലിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം.